ഇപ്പോൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരു സംഭവം അത് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും അനുസ്യൂതം ഭംഗിയായി നടന്നു വരുന്ന ഒരു സംഗതി കലങ്ങാൻ പാടില്ലല്ലോ. അത് കലങ്ങി എന്ന് മാത്രമല്ല കലക്കിയതെന്നാണ് ആരോപണവും കൂടി ഉണ്ടാവുമ്പോൾ അത് സംബന്ധിച്ച് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. അത് പൊളിറ്റിക്കൽ കൂടിയാണ്. അത് മാത്രമല്ല ഇടതുപക്ഷ നേതാക്കന്മാരും കൂടി പറയല്ലേ അതിൽ കൂടുതൽ ഗൗരവമുള്ള അന്വേഷണം നടക്കണം. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ആരോപണ വിധേയനായ ADGP തന്നെയാണ്. അല്ല, അതാണ് അതിനെ സംബന്ധിച്ചുള്ള വിമർശനം. അതിനെ സംബന്ധിച്ചുള്ള വിമർശനം ആരോപണ വിധേയം തന്നെ അന്വേഷിച്ചു എന്നുള്ളതാണ്. ഈ പൂരം കലങ്ങി അതിൻ്റെ ഫലമായി വളരെ അസാധാരണമായ സംഭവങ്ങളുണ്ടായി. ആ രോഷം ഇടതുപക്ഷ കാൻഡിഡേറ്റിനെതിരായിട്ടും UDF കാൻഡിഡേറ്റിനെതിരായിട്ടും വന്നു. അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയി എന്നുള്ളത് ചെറിയൊരു സംഭവമല്ല. കേരളത്തിനൊരു പാർലമെൻറ്റ് സീറ്റ് BJP ജയിച്ചത് അങ്ങനെയാണ് എന്ന് ആരോപണം വരുമ്പോൾ അത് ചെറിയൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് UDF തീരുമാനിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നൊക്കെ അഭിപ്രായം വന്നത്. ഞങ്ങൾ കൂടി ആലോചിച്ച് നിഷ്പക്ഷമായ അന്വേഷണം ആ കാര്യത്തിൽ വേണം. നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക്. ആര്? നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ്. ഞങ്ങളാരും പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ മാനം മാറും. നിങ്ങൾ അപ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞാൽ അതിൻ്റെ മാനം മാറ്റാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാനറിയില്ല. ആരോപണമായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഒരു പങ്ക് പി ശശി പറ്റുന്നുണ്ടോ എന്നുള്ളടക്കം സംശയമുണ്ട്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ് പി ശശിക്കെതിരെ ഒരു അന്വേഷണം പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആരോപണം വരുമ്പോൾ പി ശശിക്കെതിരെ അന്വേഷണം വേണ്ടതല്ലേ? അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. കാരണം ആർക്ക് എതിരെ എന്നല്ല, ഏതൊരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം. അത് പിന്നെ അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ഓരോ വ്യക്തിയെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണമാണ്. പിന്നെ അൻവർ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഭരണകക്ഷി MLA പറഞ്ഞു, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഒരു മുൻമന്ത്രി പറഞ്ഞു. ഞങ്ങളതിനെ പൊതുവായിട്ടാണ് കാണുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളാണ്. ഒന്ന് പൂരം കലക്കിയെന്നാണ്, മറ്റത് പോലീസിങ്ങിൻ്റെ ഇടയിൽ കൂടി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അനവധി വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ UDF ആ കാര്യം ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭം നടത്തും, ക്യാമ്പയിൻ ചെയ്യും. ക്യാമ്പയിൻ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതികൂലമായി അവരെ ബാധിക്കും. ജനങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ ഒരു നിലപാടുണ്ട്. അവരെ വിശ്വസിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ജനങ്ങൾ വിധി എഴുതും ഈ കാര്യത്തിൽ. ഈ മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ വാർത്തകൾ വരുന്നുണ്ട്. അതിലിപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നതിന് പോലും മറുപടിയില്ല. സാധാരണ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ പോലും മറച്ചു വെക്കുകയാണ്. അപ്പോൾ എല്ലാ നിയമങ്ങളും അവർ അട്ടിമറിക്കുകയാണോ? അല്ല, ഈ മലപ്പുറത്തെ പോലീസ് കുറച്ച് കാലം നടത്തിയ മൊത്തം പ്രവർത്തനത്തിനെക്കുറിച്ച്, ആ ഒരു കാലഘട്ടം നടത്തിയ പ്രവർത്തനത്തിന് വളരെ ദുരൂഹത ഉണ്ട്. ചെറിയ ആരോപണങ്ങളല്ല വന്നിരിക്കുന്നത്. ചെറിയ പോലീസിൻ്റെ ഒരു വീഴ്ച അങ്ങനെയല്ല വന്നിരിക്കുന്നത്. പറഞ്ഞ ആരോപണം പറഞ്ഞത് ആരായാലും ശരി, കസ്റ്റംസിൻ്റെ പുറത്തേക്ക് കൂട്ടുന്ന സ്വർണം പുറത്തുനിന്ന് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കേസിനെ പറ്റിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അനവധി കേസുകളാണ് ഇവിടെ നാട്ടുകാർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന പോലീസ് ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ദുരൂഹമാണ്. ഇരുട്ടിൻ്റെ മറവിലായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ അത് പറഞ്ഞതാണ്, പ്രക്ഷോഭം നടത്തിയതാണ്. അത് പുറത്ത് വരിക തന്നെ വേണം. അതിൻ്റെ ഇടയിലാണ് ഒരാളെ തല്ലിക്കൊന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ആരെ വേണമെങ്കിലും പിടിച്ച് മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക, മർദ്ദിക്കുക,
ആരെ വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോകും. ഇത് പോലീസ് വിചാരിച്ചാൽ കഴിയുമല്ലോ. ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നടന്നിരുന്നത് ഈ രാജ്യത്ത്. അതേമാതിരിയുള്ള കുറേ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് ആരോപണം. അത് ചെറിയ കാര്യമാണോ? ഈ പോലീസിന്റെ പുറത്തൊരു ഏജൻസി അല്ലേ ശരിക്കും അന്വേഷിക്കേണ്ടത്? പോലീസിൻ്റെ പുറത്ത് ഏജൻസി അന്വേഷിക്കലാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കണം. അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ അതുകൊണ്ട് അത് ഞങ്ങൾ കൂടിയാലോചിച്ച് പറയാം. ഏതായാലും ഇതിനൊക്കെ സംബന്ധിച്ച് വളരെ ഐവാഷിംഗ് ആയിട്ട് ആരോപണ വിധേയരെ തന്നെ അന്വേഷിച്ചാൽ പോരാ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കേസുകളാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരുടെ സംശയം ദൂരീകരിക്കത്തക്ക രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ അത് വെച്ച് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും. ഒരു സംശയവും വേണ്ട. മറ്റൊന്നിപ്പോൾ നാളെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയായിരുന്നു.